3 പതിറ്റാണ്ടുകാലം മലയാള നാടകരംഗത്ത് നിറഞ്ഞുനിന്ന പ്രതിഭാതനായ നാടകകാരനായിരുന്നു പ്രശാന്ത് നാരായണൻ. മലയാള നാടക അരങ്ങിന്റെ മനോഹാരിതകളിലേക്ക് തുറന്നുവച്ചൊരു മായക്കണ്ണാടി തന്നെയായിരുന്നു ആ നാടക ജീവിതം. മഹാഭാരതത്തിലില്ലാത്തൊരു കഥയാണ് ഛായാമുഖി. ഹിഡുംബി പ്രിയതമനായ ഭീമസേനന് ഛായാമുഖി എന്ന മായക്കണ്ണാടി നൽകുന്നതാണ് നാടകം. നോക്കുന്നയാളുടെ നെഞ്ചിലെ പ്രിയപ്പെട്ടയാളുടെ രൂപം പ്രതിഫലിക്കുന്ന മായക്കണ്ണാടി. കണ്ണാടി ഭീമസേനന്റെ നേർക്ക് പിടിച്ചപ്പോൾ നെഞ്ചു കലങ്ങിയത് ഹിഡുംബിയുടേതാണ്. ഭീമസേനന്റെ കണ്ണാടിയിൽ ഹിഡുംബി കണ്ടത് ദ്രൗപദീ മുഖം. ദ്രൗപദി മായക്കണ്ണാടി നോക്കിയപ്പോൾ തെളിഞ്ഞ അർജുന രൂപം കണ്ട് ഭീമന്റെ നെഞ്ചും തകർന്നു. ഒടുവിൽ നടുവൊടിഞ്ഞ് മരണം പ്രതീക്ഷിച്ച് തൻ്റെ മടിയിൽ കിടക്കുന്ന കീചകന് നേരെ ഛായാമുഖി നീട്ടിയപ്പോൾ അതിൽ തെളിഞ്ഞ രൂപം ഭീമനെ കരയിച്ചു. ഗുജറാത്തിലെ ഒരു നാടോടി കഥയിൽ നിന്നും വീണ്ടെടുത്ത് അവതരിപ്പിച്ച ഛായാമുഖി ഇന്നൊരു നാടക ചരിത്രമാണ്. ഇപ്പോഴിതാ നാടകത്തിൽ നിന്ന് സ്വന്തം ജീവിതവേഷം അഴിച്ചുവെച്ച് നാടകകാരനും ചരിത്രമായിരിക്കുന്നു പ്രശാന്ത് നാരായണൻ. മലയാള നാടകത്തെ ഛായാമുഖിക്ക് മുമ്പെന്നും പിമ്പെന്നും തിരിക്കാമെന്ന് വിളിച്ചു പറഞ്ഞ നാടകകാരന് അതിനുള്ള ധൈര്യം നൽകിയത് സ്വന്തം പ്രതിഭയിലുള്ള വിശ്വാസമല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു. കഥകളി സാഹിത്യകാരനായ വെള്ളായണി നാരായണൻ നായരുടെ മകൻ ആദ്യം ചുവടുവെച്ചതും കഥകളിക്ക് വേണ്ടിയായിരുന്നു. ഗുരു സാക്ഷാൽ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വഴി തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. പിന്നീട് ആ ജീവിതം ഒരു നാടക പ്രവാഹം തന്നെയായി. കാവാലം നാരായണപ്പണിക്കരുടെ തട്ടകമായ തിരുവനന്തപുരം പ്രശാന്തിൻ്റെയും കളരിയായി അറിയപ്പെട്ടു. മണികർണിക, മകരധ്വജൻ, കറ, ഊരുഭംഗം, ദൂതകടോത്കജം, സുപ്രവാസവദത്തം, ഹാംലെറ്റ്, മഹാസാഗരം എന്നിങ്ങനെ ഒരു നാടകസാഗരം തന്നെയായി ജീവിതം. MTയുടെ ജീവിതമാണ് അവസാനമായി പ്രശാന്ത് നാരായണൻ അരങ്ങിലെത്തിച്ചത്. ഇപ്പോൾ MTയുടെ വരികൾ പോലെ തന്നെയായി. മരണം രംഗബോധമില്ലാത്ത കോമാളിയായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.